നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒഴുകുന്ന നദി പോലെയാണ് അല്ലെ. ഉദാഹരണത്തിന് നദിയിൽ വലിയ വലിയ മരങ്ങളും മരത്തടികളും വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ നദിയിലെ വെള്ളമൊഴുക്ക് നിൽക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അത് ദിശ മാറും, അത് അതിന്റെ പാട്ടിന് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണെന്നേ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള കടമകളെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഉദാഹരണത്തിന് പലരുടെയും പുച്ഛങ്ങള്, അവഗണനകള്, കുറ്റപ്പെടുത്തലുകള്, പരദൂഷണങ്ങള്, എക്സെട്ര 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 അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്തോളൂ, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കോ നിങ്ങൾക്കോ ഉറപ്പുള്ളത്രത്തോളം കാലം, ആ ഒരു കോൺഫിഡൻസ് ഉള്ളത്രത്തോളം കാലം ഇതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കോ നിങ്ങൾക്കോ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളത് പറയത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പകുതി മുക്കാൽ ഭാഗവും വിജയിച്ചു എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താനായിട്ട് പിന്നെ അധികം ദൂരമൊന്നും ഇല്ലെന്നേ. പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, അവർക്ക് വേറെ പണിയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അവർക്ക് നേരം വെളുത്തിട്ടില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് ഇന്നത്തെ കാലത്ത് ആർക്കും നല്ലത് പറയാൻ വായ പൊങ്ങൂലെന്ന്, എല്ലാവർക്കും കുറ്റങ്ങൾ മാത്രം പറയാനേ വായ പൊങ്ങുള്ളൂ. അപ്പോൾ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടെ പാട്ടിൽ നമ്മൾ വിടുക. നമ്മൾ നമ്മുടെ പാട്ടിൽ പോകും. കാരണം നമുക്ക് നിറയെ പണികളുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഡ്രീമിലേക്ക് എത്തണം. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെവിയുടെ കൊടുക്കട്ടെ, മറു ചെവി കൂടെ വിടുക കേട്ടോ. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങളും ഇതുപോലെ പല പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതൊന്നും കേട്ടിട്ട് വറീഡ് ആവേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവരിന്റെ വഴിക്ക് വിടുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. നമുക്ക് നമ്മുടെ ഡ്രീമിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അപ്പൊ നമ്മുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം മാത്രമായിരിക്കണം എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാ, നമ്മൾ നമ്മുടെ പാഠം നോക്കി പോവല്ലേ ഫുൾ കോൺഫിഡൻസോടെ? അതാണ് നമ്മള്. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും അവരവരുടെ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത്ര നേരം എന്തായാലും ഞാൻ വായിട്ട് കളിച്ചല്ലേ, ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ഒന്ന് ചെയ്തു തരുമോ പ്ലീസ്? താങ്ക് യു. ലവ് യു ആൾ.